ബേർഡ് ഓഫ് പാരഡൈസ്, സ്വർഗത്തിൻ്റെ പക്ഷി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ പ്ലാന്റിന് ഏകദേശം ചെറിയ ചെടികൾക്ക് പോലും 220 to 280 പ്രൈസ് റേഞ്ച് വരുന്നുണ്ട്. 5 വർഷം എടുത്തിട്ടാണ് ഈ ചെടി വിത്തിൽ നിന്ന് വളർന്ന് അതിൻ്റെ പൂർണ്ണാവസ്ഥയിലെത്തുന്നത്. അപ്പോൾ സാധാരണ സീഡിൽ നിന്നല്ല ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ വാഴക്കന്ന് വേർതിരിച്ചെടുക്കില്ലേ, റൈസോം. അപ്പോൾ റൈസോം കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ്, സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടാണ് ചെറിയ പുതിയ തൈകൾ ഉണ്ടാക്കുന്നത്. ഈ ചെടിയുടെ മറ്റൊരു പ്രത്യേകത, സീഡ്സ് ഉണ്ടാകുന്നത് സൺബേർഡ്സ്, അവയുടെ തേൻ കുടിക്കുന്ന കാലുകൾ വഴിയാണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഒരു ബേർഡിൻ്റെ കാല് വഴി പോളിനേഷൻ നടക്കുന്ന ഒരേ ഒരു ജനസിസേ ഉള്ളൂ, സ്ട്രെലിറ്റ്സിയ എന്നുള്ള പേര് ജോർജ് III ഗ്രേറ്റ് ബ്രിട്ടൻ, പുള്ളിയുടെ വൈഫിന് അവരുടെ ബഹുമാനാർത്ഥമാണ് ഈ പേര് നൽകപ്പെട്ടിരിക്കുന്നത്. ഫ്രീഡം, ജോയ് ആൻഡ് മാഗ്നിഫിസൻസ് ഇതാണ് സിംബലൈസ് ചെയ്യുന്നത്. സൺബേർഡ്സ് ഈ ഫ്ലവറിൻ്റെ കൊതുമ്പ് പോലെയുള്ള ഭാഗമല്ലേ, അവിടെ വന്നിരിക്കുമ്പോൾ ആ വെയിറ്റ് കൊണ്ട്, ആ കിളിയുടെ വെയിറ്റ് കൊണ്ട് ഈ പോളൻ ഗ്രെയിൻസ് റിലീസാവുകയും ആ റിലീസാവുന്നത് ഇവിടെ കാലിൽ പറ്റിപ്പിടിക്കും. അടുത്ത സ്പേസിൽ ചെന്നിരിക്കുമ്പോഴേക്കും അവിടെ പരാഗണം നടക്കുകയും ചെയ്യുന്നു. ഇൻസെക്ട്സ് വഴിയല്ലാതെ പരാഗണം നടക്കുന്ന ഒരു ചെടിയെന്ന നിലയ്ക്കും പ്രാധാന്യമുണ്ട്. മാത്രമല്ല, ഈ സൺബേർഡ്സ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ കൈകൊണ്ടുള്ള പോളിനേഷൻ മാത്രമാണ് സീഡ് ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു വഴി. ഇത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഇണങ്ങുമോ എന്നായിരിക്കും അടുത്ത സംശയം. അറിയില്ല, കാരണം കൂർഗിലുള്ള ഞങ്ങളുടെ ഒരു യാത്രക്കിടയിലാണ് ഇത്ര മനോഹരമായ കാഴ്ച ഞങ്ങൾ കണ്ടത്, സ്ക്രീനിലാക്കിയത്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സ് നമ്മൾ സെൻഡ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്. 200 രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റ്സിന് വരുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.